ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാമെന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര് എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്നാണ് അതിന്റെ പുതിയ പേര്. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത വിജയികൾക്ക് കൺഗ്രാറ്റുലേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 6-നാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആചരിക്കുകയാണ്. അപ്പോൾ റഷ്യൻ പോയിറ്റായ അലക്സാണ്ടർ പുഷ്കിന്റെ ബർത്ത്ഡേയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ഇതിനു വേണ്ടി അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. 1799 6th May ആണ് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് റഷ്യൻ ലാംഗ്വേജ് ഡേ UN ആചരിക്കാൻ തുടങ്ങി 2010-ലാണ് UN ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ UN റഷ്യൻ ലാംഗ്വേജ് ഡേ ആചരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് UN-ന്റെ 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നാണ് ഈ റഷ്യൻ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ UN 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളുണ്ട്, അതിലൊന്നാണ് റഷ്യൻ ഭാഷ. മറ്റു ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, അറബിക് ഉണ്ട്, മറ്റ് 5 ഭാഷകൾ. അപ്പോൾ ആകെ 6 ഒഫീഷ്യൽ ലാംഗ്വേജുകളാണ് യുഎനിൽ നിലവിലുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം: IIFL-ന്റെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ ആര് എന്നുള്ളതാണ് ചോദ്യം. IIFL-ന്റെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ ആണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന രോഹിത് ശർമ്മ. അപ്പോൾ രോഹിത് ശർമ്മയാണ് IIFL-ന്റെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയമാകാത്തതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വനിതാ ചാമ്പ്യൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോപ്പിംഗ് ടെസ്റ്റിൽ ഹാജരാകാത്തത് കൊണ്ട് ഒരു താരത്തെ സസ്പെൻഡ് ചെയ്തു. ആരാണ് അദ്ദേഹം? ആരാണ് ആ താരം എന്നതാണ് സൽവ ഈദ് നാസർ. സൽവ ഈദ് നാസറിനെയാണ് ഡോപ്പിംഗ് ടെസ്റ്റിൽ ഹാജരാക്കാത്തത് കൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 400 മീറ്ററിലെ ലോക ചാമ്പ്യനാണ്, അത്ലറ്റാണ്. 400 മീറ്ററിലെ ലോക ചാമ്പ്യൻ അത്ലറ്റാണ് ആര്? ഈ സൽവ ഈദ് നാസർ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്: UNADAP-യുടെ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ ആയി നിയമിതയായ ഇന്ത്യൻ ബാലിക. UNADAP-യുടെ ഗുഡ്വിൽ അംബാസഡർ ടു ദ പീസ് അല്ലെങ്കിൽ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ ആയി നിയമിതയായ ഇന്ത്യൻ ബാലികയാണ് M. നേത്ര. അപ്പോൾ തമിഴ്നാട്ടുകാരി, മധുരക്കാരിയായ M. നേത്രയാണ് UNADAP-യുടെ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ ആയിട്ട് നിയമിതയായത്. നിങ്ങൾക്കറിയാം, പഠിക്കുവാൻ വെച്ചിരുന്ന 5 ലക്ഷം രൂപ സ്വന്തം ബാർബറായ സ്വന്തം പിതാവിനോട് പാവപ്പെട്ടവർക്ക് നൽകുവാൻ വേണ്ടി, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് നൽകുവാൻ വേണ്ടി സ്വന്തം പിതാവിനോട് പറഞ്ഞ ഒരു ബാലികയുടെ കഥയെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് UN-ന്റെ ഈ ഗുഡ്വിൽ അംബാസഡർ ടു ദ പുവർ എന്ന ഈ പദവി നേത്രയെ തേടിയെത്തുന്നത്. അപ്പോൾ UNADAP എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻ അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ UNADAP-യുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻ അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് പെസ്റ്റ് ഡേ ജൂൺ 6-നാണ്. അപ്പോൾ ജൂൺ 6-നാണ് വേൾഡ് പെസ്റ്റ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജൂൺ 6-നാണ് വേൾഡ് പെസ്റ്റ് ഡേ ആചരിക്കുന്നത്. ഇനി ഈ വേൾഡ് പെസ്റ്റ് ഡേ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനീസ് പെസ്റ്റ് കൺട്രോൾ അസോസിയേഷൻ ആണ്. അപ്പോൾ ചൈനീസ് പെസ്റ്റ് കൺട്രോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ വേൾഡ് പെസ്റ്റ് ഡേ ആചരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ NM മുഹമ്മദ് അലി സ്മാരക പുരസ്കാരത്തിന് ആയത് ആര് എന്നുള്ളതാണ് KK ശൈലജ. അപ്പോൾ KK ശൈലജ നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് NM മുഹമ്മദ് അലി സ്മാരക പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആരുടെയാണ്? കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ. ഇനി അടുത്ത ചോദ്യം: 2020-ലെ AFC വുമൻസ് ഏഷ്യ കപ്പിന് വേദിയാകുന്ന രാജ്യം. അപ്പോൾ ഇന്ത്യയാണ് AFC വുമൻസ് ഏഷ്യ കപ്പിന് വേദിയാകുന്ന രാജ്യം. അപ്പോൾ 2020-ലെ AFC വുമൻസ് ഏഷ്യ കപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം ഇതാണ്: ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാകുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി എന്താണ്?
അപ്പോൾ ഏത് പദ്ധതിയാണ് ഇപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്? ട്യൂലിപ്പ് പ്രോഗ്രാം. ട്യൂലിപ്പ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ട്യൂലിപ്പ് എന്ന് പറഞ്ഞാൽ ദി അർബൻ ലേണിംഗ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദി അർബൻ ലേണിംഗ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നാണ് ഈ ട്യൂലിപ്പ് പ്രോഗ്രാമിനെ അറിയപ്പെടുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗും അർബൻ അഫയേഴ്സും അതുപോലെ തന്നെ AICTയും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ട്യൂലിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: നഗരങ്ങളിലെ വനവൽക്കരണം ലക്ഷ്യമിട്ട തുടങ്ങിയിരിക്കുന്ന പദ്ധതി എന്താണ്? അപ്പൊ നഗരങ്ങളിലെ വനവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് നഗർവൻ. അപ്പോൾ നഗർവൻ എന്നാണ് നഗരങ്ങളിലെ വനവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി നഗർവൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: COVID-19 തുടർന്ന് ഈ ജൂണിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ക്രിക്കറ്റ് താരം ഹംസക്കോയയാണ്. അപ്പോൾ ഈ ജൂണിൽ COVID-19 തുടർന്നൊരു മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം അന്തരിച്ചു. ഹംസക്കോയയാണ് ഉത്തരം. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്ക് ദിവസേന 1 GB എന്നുള്ള സമ്മാനവും ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസേനയുള്ള നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.